Biogas is a clean and efficient fuel. It is a mixture of methane, carbon dioxide, hydrogen, and hydrogen sulfide. The chief constituent of biogas is methane. ബയോഗ്യാസിലെ മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് മീഥെയിൻ ആണ്. ഏകദേശം 55 മുതൽ 65% വരെ മീഥെയിൻ ആണ്. Forms of biomass listed below may be used along with the water. ബയോഗ്യാസ് ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബയോമാസുകൾ ഇവയൊക്കെയാണ്: ആനിമൽ ഡങ്, പൗൾട്രി വേസ്റ്റ്, പ്ലാന്റ് വേസ്റ്റ്, ഹ്യൂമൻ എക്സ്ക്രീറ്റ, ഡൊമസ്റ്റിക് വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. മനുഷ്യ വിസർജ്യങ്ങൾ, അതേപോലെ ആനിമൽസിൻ്റെ വിസർജ്യങ്ങൾ, പിന്നെ കോഴി ഫാമുകളിലുള്ള വേസ്റ്റുകൾ, പ്ലാന്റ് വേസ്റ്റുകൾ, ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ, ഇതൊക്കെ നമുക്ക് ബയോഗ്യാസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്ന സ്ഥലത്തിന് വേണ്ട പ്രത്യേകതകളാണ്: ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലാന്റ് ആൻഡ് ദ സൈറ്റ് ഓഫ് ഗ്യാസ് കൺസംഷൻ ഷുഡ് ബി ലെസ്. ഓപ്പൺ സ്പേസ്. Temperature should be maintained between 20 to 30 degrees Celsius. ഇനി അടുത്തത് 15 മീറ്റർ ഡിസ്റ്റൻസ് ഫ്രം ദി വെൽ. കിണറ്റിൽ നിന്ന് 15 മീറ്റർ അകലമെങ്കിലും ഉണ്ടായിരിക്കണം. സ്പേസ് റിക്വയർമെന്റ് 10 to 12 മീറ്റർ സ്ക്വയർ പെർ മീറ്റർ ക്യൂബ് ഓഫ് ബയോഗ്യാസ്. അവൈലബിലിറ്റി ഓഫ് വാട്ടർ. സോഴ്സ് ഓഫ് cow dung or material for biogas generation. ഈ ബയോഗ്യാസ് പ്ലാന്റ്സിന്റെ അഡ്വാൻറ്റേജസിലേക്ക് വരികയാണെങ്കിൽ, പ്രൊഡ്യൂസസ് എ ക്ലീൻ ഫ്യൂവൽ, ഹെൽപ്സ് ഇൻ കൺട്രോളിങ് എയർ പൊല്യൂഷൻ. അതായത് ഫോസിൽ ഫ്യൂവലിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഇന്ധനമാണ് ബയോഗ്യാസ്. ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുന്നത് പോലുള്ള ഹാംഫുൾ ഗ്യാസസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബയോഗ്യാസിന് കഴിയും. പ്രൊവൈഡ്സ് ന്യൂട്രിയൻ റിച്ച് മാനുവർ ഫോർ പ്ലാന്റ്സ്. ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഉള്ള അവശിഷ്ടങ്ങൾ പ്ലാന്റ്സിന് വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇറ്റ് കൺട്രോൾസ് വാട്ടർ പൊല്യൂഷൻ ബൈ ഡീകമ്പോസിങ് സ്വീവേജ്, ബാക്ടീരിയ, ആനിമൽ ഡങ് ആൻഡ് ഹ്യൂമൻ എക്സ്ക്രീറ്റ. ഈ മനുഷ്യ വിസർജ്യങ്ങളും അതേപോലെ ആനിമൽ വേസ്റ്റുകളും എല്ലാം വാട്ടർ ബോഡീസിലേക്ക് എത്തുന്നത് തടയാനും ഈ ബയോഗ്യാസ് പ്ലാന്റിന്റെ പ്രവർത്തനം സഹായിക്കും. If compressed, biogas can replace compressed natural gas for use in vehicles. ബയോഗ്യാസ് വെഹിക്കിൾസിലും ഇന്ധനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അന്നേരം ബയോഗ്യാസ് നിർമ്മാണം ശരിക്കും ഒരു അനൈറോബിക് ഡൈജഷൻ വഴിയാണ് നടക്കുന്നത്. അനൈറോബിക് ബാക്ടീരിയാസിന്റെ സഹായത്താലാണ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇതുവഴി ഉണ്ടാകുന്ന ബയോഗ്യാസ് നമുക്ക് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അതേപോലെ ഹീറ്റ് ആയിട്ടും കൺവേർട്ട് ചെയ്യാം. ഇനി ബയോഗ്യാസിലെ മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് ആയിട്ടുള്ള മീഥെയിൻ നമുക്ക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം. ഇനി ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ പ്ലാന്റ്സിന് മാനുവറായിട്ട് ഉപയോഗിക്കാം. പ്ലാന്റ്സിന് വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. Biogas is produced as landfill gas, which is produced by the breakdown of biodegradable waste inside a landfill due to chemical reactions and microbes, or as digested gas produced inside a anaerobic digester. Anaerobic digestion വഴിയാണ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ നടക്കുന്നത്. Biogas is produced by 4 steps: hydrolysis, acidogenesis, acetogenesis, methanogenesis. അതായത് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ് എല്ലാം വെള്ളമായിട്ട് കമ്പൈൻ ചെയ്ത് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഷുഗേഴ്സ്, ഫാറ്റി ആസിഡ്സ്, അമിനോ ആസിഡ്സ് ആയി മാറുന്നു. ഈ ഒരു സ്റ്റേജിനാണ് അസിഡോജെനസിസ് എന്ന് പറയുന്നത്. ഈ അസിഡോജെനസിസ് നിന്ന് അടുത്ത സ്റ്റേജ് അസറ്റിക് ആസിഡും ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്ന ആ സ്റ്റേജിന് പറയുന്ന പേരാണ് അസറ്റോജെനസിസ്. ഇനി അവിടെ നിന്ന് മീഥെയിൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈ മാറുന്ന സ്റ്റേജാണ് മെത്തനോജെനസിസ്. ഇനി അടുത്തത് ഓപ്പറേഷണൽ പാരാമീറ്റേഴ്സ് ഓഫ് എ ബയോഗ്യാസ് പ്ലാന്റ്. ഒരു ബയോഗ്യാസ് പ്ലാന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ.
Methane forming bacteria works best in temperature ranges 20 to 55 degrees Celsius. Digestion at a higher temperature proceeds more rapidly than at lower temperature. The gas production decreases sharply below 20 degrees Celsius and almost stop at 10 degrees Celsius. 20 മുതൽ 55 ഡിഗ്രി സെൽഷ്യസ് ആണ് മീഥെയിൻ ഫോമിംഗ് ബാക്ടീരിയസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ റേഞ്ച്. ഇനി അടുത്തത് പ്രഷർ. എ മിനിമം പ്രഷർ ഓഫ് 1.2 bar is ideal for proper functioning. Excess pressure inhibits release of gas from slurry and leakage in masonry. അതായത് ഒരു ഒപ്റ്റിമം പ്രഷർ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്യണം. ഒരു 1.2 bar പ്രഷറാണ് ഏറ്റവും ഐഡിയൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് സോളിഡ് ടു മോയ്സ്ചർ റേഷ്യോ ഇൻ ദ ബയോമാസ്. If water content is too high, the mean slurry temperature and gas production drops. വാട്ടർ കണ്ടന്റ് കൂടുതലാണെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റിലുള്ള ടെമ്പറേച്ചർ കുറയുകയും അത് ബയോഗ്യാസ് പ്രൊഡക്ഷനെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. If water content is too low, acids accumulate and hinder fermentation process. വാട്ടർ കണ്ടന്റ് കുറവാണെങ്കിൽ ആസിഡ് ഫോർമേഷൻ കൂടുതലാവുകയും അത് പിന്നെ മെത്തനോജനസിസിനെ ബാഡ്ലി അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്തത് പി എച്ച് വാല്യൂ. ഇൻ ഇനിഷ്യൽ ആസിഡ് ഫോമിംഗ് സ്റ്റേജ് പി എച്ച് വാല്യൂ മേ ബി അറൌണ്ട് 6 or less. ആസിഡ് ഫോമിംഗ് സ്റ്റേജിൽ പി എച്ച് 6 അതിൽ താഴെയോ ആവാം. ഡ്യൂറിങ് മീഥെയിൻ ഫോമിംഗ് സ്റ്റേജ് പി എച്ച് വാല്യൂ ഷുഡ് ബി 6.5 to 7.5. ഇനി അടുത്തത് ഫീഡിംഗ് റേറ്റ്. നമ്മൾ എന്തുമാത്രം നിരക്കിലാണ് ഈ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് ബയോമാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു നിരക്കിനാണ് ഫീഡിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ഫാസ്റ്റർ ഫീഡിംഗ് റേറ്റ് വിൽ നോട്ട് ഹെൽപ്പ് ഇൻ ഇൻക്രീസ് ദി ഗ്യാസ് പ്രൊഡക്ഷൻ. അറ്റ് ഹയർ ഫീഡിംഗ് റേറ്റ് ദ റിട്ടൻഷൻ പീരിയഡ് വിൽ ബി ലെസ് ആൻഡ് അൺഡൈജസ്റ്റഡ് സ്ലറി മേ കം ഔട്ട്. നമ്മൾ കൂടുതലായിട്ട് ബയോമാസ് ബയോഗ്യാസ് പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബയോമാസിൽ നിന്ന് നമുക്ക് കറക്റ്റ് യൂട്ടിലൈസേഷൻ നടക്കില്ല. അതുകൊണ്ട് നമ്മളൊരു ഒപ്റ്റിമം ഫീഡിംഗ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അടുത്തത് സീഡിംഗ് ഓഫ് ബയോമാസ് വിത്ത് ബാക്ടീരിയ. ഒരു പുതിയ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് നമ്മൾ കുറച്ച് ഡൈജസ്റ്റഡ് സ്ലറി, അതായത് വേറെ ഒരു ബയോഗ്യാസ് പ്ലാന്റിൽ ഉപയോഗിച്ച സ്ലറി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇതിന് പറയുന്ന പേരാണ് സീഡിംഗ്. അതായത് കുറച്ച് ബാക്ടീരിയാസ് ഉള്ള ഡൈജസ്റ്റഡ് സ്ലറി നമ്മൾ പുതിയ ഒരു ബയോഗ്യാസ് പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഈ ബയോഗ്യാസ് പ്രൊഡക്ഷൻ വേഗത്തിൽ നടക്കുള്ളൂ. ഫീഡിംഗ് ഹെൽപ്സ് ടു ആക്സിലറേറ്റ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദി ഡൈജഷൻ പ്രോസസ്. ഇനി അടുത്തത് മിക്സിംഗ് ഓർ സ്റ്റിറിംഗ്. മെയിൻറ്റെയിൻസ് യൂണിഫോമിറ്റി ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, അതർ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. മിനിമൈസസ് ഫോർമേഷൻ ഓഫ് സ്കം. അതായത് ബയോഗ്യാസ് പ്ലാന്റിൽ മെറ്റീരിയൽസ് അടിഞ്ഞു കൂടുന്നതിനെ തടയുന്നു. Retention time. The period during which the biomass remains in the digester is known as the retention period. ബയോഗ്യാസ് പ്ലാന്റിൽ ബയോമാസ് എത്ര നാൾ നിലനിൽക്കുന്നു എന്നുള്ള ആ ഒരു കാലയളവിനാണ് റിട്ടൻഷൻ പീരീഡ് എന്ന് പറയുന്നത്. റിട്ടൻഷൻ പീരീഡും ഒരു ഒപ്റ്റിമം ആക്കി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ 70 മുതൽ 80% വരെ ഡൈജഷൻ നടക്കുള്ളൂ. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോഗ്യാസ് പ്ലാന്റ്. 2 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ആസ് പെർ ദ പ്രോസസ് ആൻഡ് ആസ് പെർ ദ കൺസ്ട്രക്ഷൻ. As per the process, biogas plants are classified into continuous and batch types. As per the construction, biogas plants are classified into dome and drum types. ഇനി കണ്ടിന്യൂസ് ടൈപ്പിൽ തന്നെ കണ്ടിന്യൂസ് പ്രോസസ്സ് തന്നെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിംഗിൾ സ്റ്റേജ് പ്രോസസ് ആൻഡ് ഡബിൾ സ്റ്റേജ് പ്രോസസ്. A single digester in which raw material are charged regularly and the process goes on without interruption
എക്സെപ്റ്റ് ഫോർ റിപ്പയർ ആൻഡ് ക്ലീനിങ്. ഒരു കണ്ടിന്യൂസ് പ്ലാന്റിൽ ഒരു സിംഗിൾ ഡൈജസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. അന്നേരം അതിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബയോമാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ബയോഗ്യാസ് പ്രൊഡക്ഷൻ നടക്കുകയും ചെയ്യും. അടുത്ത സിംഗിൾ സ്റ്റേജ് പ്രോസസ്. The entire process of conversion of a complex organic compounds into biogas is completed in a single chamber. സിംഗിൾ സ്റ്റേജ് പ്രോസസ്സിൽ ഒരു സിംഗിൾ ചേംബറിലാണ് ഈ ഡൈജഷൻ നടക്കുന്നത്. ഡബിൾ സ്റ്റേജ് പ്രോസസ്സിൽ അസിഡോജനിക് സ്റ്റേജും മെത്തനോജനിക് സ്റ്റേജും ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ചേംബറിലായിട്ടാണ് നടക്കുന്നത്. The first stage of acid production is carried out in a separate chamber and only the diluted acids are fed into the second chamber where biomethanation takes place and biogas can be collected from the second chamber. അസിഡോജനിക് സ്റ്റേജിലും മെത്തനോജനിക് സ്റ്റേജിലും pH വെവ്വേറെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഡബിൾ സ്റ്റേജ് പ്രോസസ്സിന് രണ്ട് ചേമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഡബിൾ സ്റ്റേജ് പ്രോസസ് ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ സിംഗിൾ സ്റ്റേജ് പ്രോസസ്. ബയോമാസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുക ഡബിൾ സ്റ്റേജ് പ്രോസസ്സ് വഴിയാണ്. The main features of continuous plant are: it will produce gas continuously, it requires small digestion chambers, it needs lesser period of digestion, it has lesser problems compared to batch type and is easier in operation. അടുത്ത കാണുന്നത് batch type plant ആണ്. The feeding is between intervals. The plant is emptied once the process of digestion is complete. In this type, a battery of digesters are charged along with the lime, urea, etc. and allowed to produce gas for 40-50 days. കൃത്യമായ ഇടവേളകളിലാണ് ബാച്ച് ടൈപ്പ് പ്ലാന്റിലേക്ക് ബയോമാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് 40 മുതൽ 50 ദിവസം വരെ ഡൈജഷന് വിധേയമാക്കുന്നു. തുടർന്നുണ്ടാകുന്ന ബയോഗ്യാസ് നമുക്ക് ഒരു 8 മുതൽ 10 ദിവസം വരെ ഉപയോഗിക്കാൻ കഴിയും. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ബയോഗ്യാസ് കിട്ടണമെങ്കിൽ ഒരു സിംഗിൾ ഡൈജസ്റ്റർ പോരാ, ഒരു സീരീസ് ഓഫ് ഡൈജസ്റ്റേഴ്സ് നമുക്ക് വേണം. ആ ഡൈജസ്റ്റേഴ്സിലേക്ക് നമ്മൾ ഒന്നിടവിട്ട് വേണം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബയോമാസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ബയോഗ്യാസ് പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുള്ളൂ. ബാച്ച് ടൈപ്പ് പ്ലാന്റ്സ് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ബാച്ച് ടൈപ്പ് പ്ലാന്റ്സ് ഇന്ത്യയിൽ ഉപയോഗിക്കാറില്ല. ഇനി അടുത്തത് കൺസ്ട്രക്ഷൻ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ഏറ്റവും ആദ്യം കാണുന്നത് ഫിക്സഡ് ഡോം ടൈപ്പ് ബയോഗ്യാസ് പ്ലാന്റ് ആണ്. കൺസ്ട്രക്ഷനിലേക്ക് വരികയാണെങ്കിൽ ദ ബയോഗ്യാസ് പ്ലാന്റ് ഈസ് എ ബ്രിക്ക് ആൻഡ് സിമെന്റ് സ്ട്രക്ചർ ഹാവിംഗ് ദ ഫോളോയിങ് 5 സെക്ഷൻസ്: മിക്സിംഗ് ടാങ്ക്, ഇൻലെറ്റ് ടാങ്ക്, ഡൈജസ്റ്റർ, ഔട്ട്ലെറ്റ് ടാങ്ക്, ഓവർഫ്ലോ ടാങ്ക്. മിക്സിംഗ് ടാങ്കിലാണ് മിക്സിംഗ് നടക്കുന്നത്. വാട്ടറും അതേപോലെ ബയോമാസും കൂടി തമ്മിലുള്ള മിക്സിംഗ് നടക്കുന്നത് മിക്സിംഗ് ടാങ്കിലാണ്. ഇറ്റ് ഈസ് പ്രസന്റ് അബവ് ദ ഗ്രൗണ്ട് ലെവൽ. ഇനി അടുത്തത് ഇൻലെറ്റ് ടാങ്ക്. ഇൻലെറ്റ് ടാങ്ക് എന്ന് പറയുന്നത് മിക്സിംഗ് ടാങ്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് അണ്ടർഗ്രൗണ്ട് ആണ് കാണുക. ഈ ഇൻലെറ്റ് ടാങ്കിൽ നിന്നാണ് ഡൈജസ്റ്ററിലേക്ക് ബയോമാസ് പോകുന്നത്, അല്ലെങ്കിൽ സ്ലറി പോകുന്നത്. ഇൻലെറ്റ് ചേംബർ opens from below into the digester, which is a huge tank with a dome-like ceiling. The ceiling of the digester has an outlet with a valve for the supply of biogas. ഇൻലെറ്റ് ടാങ്കിൽ നിന്നും ഡൈജസ്റ്ററിലേക്ക് പോകുന്നു. ഈ ഡൈജസ്റ്ററിലാണ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ നടക്കുന്നത്. നേരെ ഡൈജസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഔട്ട്ലെറ്റ് ടാങ്കിലേക്കാണ്. The digester opens from below into an outlet chamber. ഇനി അടുത്തത് ഓവർഫ്ലോ ടാങ്ക്. The outlet chamber opens from the top into a small overflow tank. The various forms of biomass are mixed with an equal quantity of water in the mixing tank. This forms the slurry. The slurry is fed into the digester through the inlet chamber. The digester is partially filled with the slurry and is left unused for about 2 months. During these 2 months, anaerobic bacteria present in the slurry
decomposes or ferments the biogas in the presence of water. ബയോമാസ് ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് മിക്സിംഗ് ടാങ്കിൽ ഉണ്ടാവും. അന്നേരം അതിനാണ് സ്ലറി എന്ന് പറയുന്നത്. സ്ലറി ഈസ് ഫെഡ് ഇൻ ടു ദ ഡൈജസ്റ്റർ ത്രൂ ദ ഇൻലെറ്റ് ചേംബർ. ഇൻലെറ്റ് ചേംബർ വഴി ഡൈജസ്റ്ററിലേക്ക് കടത്തിവിടുന്നു. എന്നിട്ട് ഏകദേശം 2 മാസത്തേക്ക് ഡൈജഷന് വിധേയമാക്കുന്നു. As a result of anaerobic fermentation, biogas is formed which starts collecting in the dome of the digester. As more and more biogas starts collecting, the pressure exerted by the biogas forces the spent slurry into the outlet chamber. അതായത് ബയോമാസിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം എക്സസ് പ്രഷർ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്താൽ ഈ പ്ലാന്റിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടും. അതുപോലെ ഈ ബയോമാസിൽ നിന്നുള്ള അവശിഷ്ടങ്ങളെല്ലാം പുറത്തേക്ക് ഔട്ട്ലെറ്റ് ചേമ്പറിലേക്ക് കടക്കുകയും ചെയ്യും. ഫ്രം ദ ഔട്ട്ലെറ്റ് ചേമ്പർ ദ സ്പെൻഡ് സ്ലറി ഓവർഫ്ലോസ് ഇൻ ടു ദ ഓവർഫ്ലോ ടാങ്ക്. ഈ അവശിഷ്ടങ്ങൾ ഓവർഫ്ലോ ടാങ്കിൽ കളക്ട് ചെയ്യപ്പെടും. ദ സ്പെൻഡ് സ്ലറി ഈസ് മാനുവലി റിമൂവ്ഡ് ഫ്രം ദ ഓവർഫ്ലോ ടാങ്ക്സ് ആൻഡ് യൂസ്ഡ് ആസ് എ മാനുവർ ഫോർ പ്ലാന്റ്സ്. ദ സ്പെൻഡ് സ്ലറി നമുക്ക് പ്ലാന്റ്സിന് വളമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ദ ഗ്യാസ് വാൽവ് കണക്റ്റഡ് ടു എ സിസ്റ്റം ഓഫ് പൈപ്പ് ലൈൻസ് ഈസ് ഓപ്പൺഡ് വെൻ എ സപ്ലൈ ഓഫ് ബയോഗ്യാസ് ഈസ് റിക്വയർഡ്. To obtain a continuous supply of biogas, a functioning plant can be fed continuously with the prepared slurry. ഇതാണ് ഒരു ഫിക്സഡ് ഡോം ടൈപ്പ് ബയോഗ്യാസ് പ്ലാന്റ്. മിക്സിംഗ് ടാങ്ക്, ഇൻലെറ്റ് ചേംബർ, ഡൈജസ്റ്റർ, പിന്നെ ഗ്യാസ് വാൽവ്, ഔട്ട്ലെറ്റ് ചേംബർ, ഓവർഫ്ലോ ടാങ്ക്. Advantages of fixed dome type plant. Procures only locally and easily available materials for construction. It is inexpensive and is easier to construct. ഇനി അടുത്തത് ഫ്ലോട്ടിംഗ് ഗ്യാസ് ഹോൾഡർ ടൈപ്പ് പ്ലാന്റ് ആണ്. ഫ്ലോട്ടിംഗ് ഗ്യാസ് ഹോൾഡർ ടൈപ്പ് ഓഫ് ബയോഗ്യാസ് പ്ലാന്റ് ഹാസ് ദ ഫോളോയിങ് ചേംബേഴ്സ് ഓർ സെക്ഷൻസ്. Mixing tank, digester tank. It has 2 long cement pipes, inlet pipe opening for introduction of slurry and outlet pipe opening for removal of spent slurry. അടുത്തത് ഗ്യാസ് ഹോൾഡർ. An inverted steel drum resting above the digester. The drum can move up and down, that is float over the digester. The gas holder has an outlet at the top which can be connected to gas stoves. Overflow tank present above the ground level. The gas holder is made of mild steel and is resting above the digester. ഗ്യാസ് ഹോൾഡറിലാണ് ഗ്യാസ് കളക്ട് ചെയ്യപ്പെടുന്നത്. Slurry, mixture of equal quantities of biomass and water, is prepared in the mixing tank. The prepared slurry is fed into the inlet chamber of the digester through the inlet pipe. The plant is left unused for about 2 months and introduction of more slurry is stopped. During this period, anaerobic fermentation of biomass take place in the presence of water and produces biogas in the digester. Biogas being lighter rises up and starts collecting in the gas holder. The gas holder now starts moving up. Gas holder cannot rise up beyond a certain level. As more and more gas starts collecting, more and more pressure begins to be exerted on the slurry. The spent slurry is now forced into the outlet chamber. The spent slurry can be used as a manure for plants. കൺസ്ട്രക്ഷനിൽ ആകെയുള്ള വ്യത്യാസം മൈൽഡ് സ്റ്റീൽ ഡ്രം ഉപയോഗിക്കുന്നതാണ്. ഫ്ലോട്ടിംഗ് ഗ്യാസ് ഹോൾഡർ ടൈപ്പ് പ്ലാന്റിൽ ഒരു ഫ്ലോട്ടിംഗ് ഡ്രം which is made of mild steel is used. The gas valve of the gas outlet is opened to get a supply of biogas. Once the production of biogas begins, a continuous supply of gas can be ensured by the regular removal of spent slurry and introduction of fresh slurry. Floating gas holder plant disadvantages: it is expensive and steel drum may rust
അതായത് മൈൽഡ് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്, അതിന് തുരുമ്പെടുക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇറ്റ് റിക്വയർസ് റെഗുലർ മെയിൻ്റനൻസ്. ഇനി ഫിക്സഡ് ഡോം ടൈപ്പ് പ്ലാന്റും ഫ്ലോട്ടിംഗ് ഡ്രം ടൈപ്പ് പ്ലാന്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഫ്ലോട്ടിംഗ് ഡ്രം ടൈപ്പ് കോസ്റ്റ് കൂടുതലാണ്. ഇറ്റ് ഈസ് മോർ ഡ്യൂ ടു ദ സ്റ്റീൽ ഡ്രം കൊറോഷൻ. അത് നോക്കുകയാണെങ്കിൽ ഫ്ലോട്ടിംഗ് ഡ്രമ്മിന് കൊറോഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്, തുരുമ്പെടുക്കാൻ സാധ്യതയുണ്ട്. മെയിൻ്റനൻസ്, അതായത് തുരുമ്പെടുക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് വർഷത്തിൽ 2 തവണയെങ്കിലും ഇത് പെയിൻറ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് ഡ്രം ടൈപ്പ് പ്ലാന്റ്. തെർമൽ ഇൻസുലേഷൻ, അതും ഫ്ലോട്ടിംഗ് ഡ്രം ടൈപ്പ് പ്ലാന്റിന് ബാഡാണ്. അതായത് സ്റ്റീൽ ഡ്രം വഴി ബയോഗ്യാസ് പ്ലാന്റിൽ ഉള്ളിലുള്ള ചൂട് പുറത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. ഇനി സ്കം ട്രബിൾസ്. സ്കം ട്രബിൾസ് ലെസ് ലൈക്ലി ആണ്. സ്കം ട്രബിൾസ് കുറയാനുള്ള കാരണം ഈ ഡ്രം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. അതുകൊണ്ട് ഡൈജസ്റ്ററിൻ്റെ ഉള്ളിൽ മിക്സിങ് നന്നായിട്ട് നടക്കും. ഗ്യാസ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് വോളിയം ഓഫ് ഡൈജസ്റ്റർ ഇറ്റ് ഈസ് ഹൈ. സ്കം ബ്രേക്കിംഗ് ബൈ റൊട്ടേറ്റിംഗ് ദ ഡ്രം. അതായത് ഫ്ലോട്ടിംഗ് ഡ്രം റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും, അതുവഴി ഈ അടിഞ്ഞു കൂടിയിട്ടുള്ള മെറ്റീരിയൽസിനെ എല്ലാം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയും. ഡേഞ്ചർ ഓഫ് മിക്സിംഗ് വിത്ത് ഓക്സിജൻ ഡ്യൂ ടു ലീക്കേജ്. അതായത് ബയോഗ്യാസ് ഒരു കമ്പസ്റ്റബിൾ ഗ്യാസ് ആണ്, അന്നേരം ലീക്കേജിനുള്ള സാധ്യത ഫ്ലോട്ടിംഗ് ഡ്രം ടൈപ്പിൽ കുറവാണ്. ഇനി ഫ്ലോട്ടിംഗ് ഡ്രം ടൈപ്പ് പ്ലാന്റിൽ ഒരു കോൺസ്റ്റന്റ് പ്രഷറാണ് ഉള്ളത്. ഇനി അതേപോലെ ഫ്ലോട്ടിംഗ് ഡ്രം ടൈപ്പ് പ്ലാന്റിന് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആവറേജ് സ്കിൽ ലേബറേഴ്സ് മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ ഫിക്സഡ് ഡോമിന് സ്കിൽഡ് മെയ്സണറി വർക്ക് ഈസ് റിക്വയർഡ്. അന്നേരം ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റ്സിൻ്റെ എക്സാമ്പിളാണ് ഇനി പറയുന്നത്. ഫിക്സഡ് ഡോം ടൈപ്പ് ബയോഗ്യാസ് പ്ലാന്റിന് എക്സാമ്പിളാണ് ജനത ബയോഗ്യാസ് പ്ലാന്റ് ആൻഡ് ദീനബന്ധു ബയോഗ്യാസ് പ്ലാന്റ്. ഇനി ഫ്ലോട്ടിംഗ് ഗ്യാസ് ഹോൾഡറിന് എക്സാമ്പിളാണ് KVIC ടൈപ്പ് ബയോഗ്യാസ് പ്ലാന്റ്, അതേപോലെ ഗണേഷ് ബയോഗ്യാസ് പ്ലാന്റ്, പ്രഗതി ഡിസൈൻ ബയോഗ്യാസ് പ്ലാന്റ്, ഫെറോ ഡൈജസ്റ്റർ ബയോഗ്യാസ് പ്ലാന്റ്. ഓരോന്നിനും എക്സാമ്പിളാണ് ദീനബന്ധു ബയോഗ്യാസ് പ്ലാന്റ്, ഫിക്സഡ് ഡോം ടൈപ്പ് പ്ലാന്റ്, അതേപോലെ KVIC ഫ്ലോട്ടിംഗ് ഡ്രം ടൈപ്പ് പ്ലാന്റ്.